2026 ഓഗസ്റ്റ് 8 സിറാജ് എഡിറ്റോറിയൽ. മൈ പോലീസ് സ്റ്റേഷൻ സ്വാഗതാർഹം. ഈ മാസം 15 മുതൽ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി വരികയാണ് സംസ്ഥാനത്ത്. സ്റ്റേഷനുകളിൽ എത്തുന്ന ഓരോ വ്യക്തിയുടെയും അന്തസ്സ് മാനിച്ച് സമയബന്ധിതമായി സേവനം നൽകി അവരുടെ സംതൃപ്തി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. കസ്റ്റഡി മരണങ്ങൾക്ക് അറുതി വരുത്തുകയും ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി CIമാർക്ക് പകരം SIമാർക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO ചുമതല നൽകും. സ്വാഗതാർഹമായ നീക്കം. അതേസമയം ഇതാദ്യമല്ല പോലീസിനെ ജനകീയമാക്കി മാറ്റാനുള്ള നടപടികളും പദ്ധതികളും. മൈ പോലീസ് സ്റ്റേഷൻ വിഭാവനം ചെയ്യുന്ന അതേ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കിയതായിരുന്നു നേരത്തെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പദ്ധതി. പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് 2006 അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് പ്രസ്തുത പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നടപ്പാകാതെ പോയി. പ്രൊഫഷണൽ രംഗത്ത് മികച്ച നിലവാരമുണ്ട് കേരള പോലീസിന്. ശാസ്ത്രീയ മാർഗങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ ഉയർന്ന മികവാണ് കേരള പോലീസ് പുലർത്തുന്നത്. ഉത്ര വധക്കേസ് പോലുള്ള സങ്കീർണ കേസുകളിൽ DNA പരിശോധന, പോളിഗ്രാഫ് ടെസ്റ്റ്, സൈബർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വേഗത്തിൽ സത്യം കണ്ടെത്താൻ സേനയ്ക്ക് സാധിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും രാജ്യത്തിനു മാതൃകയാണ് കേരള പോലീസ്. അതേസമയം സ്റ്റേഷനുകളിലെത്തുന്ന സാധാരണക്കാരോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അസഹിഷ്ണുത, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസം, സ്വാധീനമുള്ളവരോടും സാധാരണക്കാരോടും വ്യത്യസ്ത സമീപനം, കസ്റ്റഡി പീഡനങ്ങൾ തുടങ്ങി പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾക്ക് ഇന്നും കുറവില്ലെന്നു മാത്രമല്ല വർദ്ധിച്ചു വരികയാണ്. ആശങ്കയോടെയും ഭയത്തോടെയുമാണ് സാധാരണക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെല്ലുന്നത്. കൊളോണിയൽ ഭരണകാലത്ത് ജനങ്ങളെ ഭയപ്പെടുത്തി അടക്കി നിർത്താൻ രൂപവൽക്കരിച്ച ഈ സംവിധാനത്തിന്റെ അന്നത്തെ മോശം ശേഷിപ്പുകൾ ഇന്നും പല ഉദ്യോഗസ്ഥരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകടമാകുന്നു. ഇതിനു മാറ്റം വരാത്ത കാലത്തോളം പോലീസിനെ ജനകീയമാക്കാനുള്ള പദ്ധതികൾ വിജയിക്കില്ല. പരാതി പറയാനോ എന്തെങ്കിലും അന്വേഷണങ്ങൾക്കോ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരു വ്യക്തിക്ക് ആദ്യം സംശയത്തിന്റെ നോട്ടമല്ല, സുരക്ഷിത ബോധമാണ് ലഭ്യമാകേണ്ടത്. പരാതി പറയാൻ വരുന്നയാളെ കുറ്റവാളിയെപ്പോലെ ചോദ്യം ചെയ്യുന്ന സമീപനം മാറണം. ഒരു പരാതിക്കാരന് പലതവണ സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട സാഹചര്യവും ഉണ്ടാകരുത്. ജനമൈത്രി പോലീസ് പദ്ധതി ആരംഭിച്ചപ്പോൾ സമൂഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ബീറ്റ് ഓഫീസർമാർ നാട്ടുകാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചതുൾപ്പെടെ ചിലയിടങ്ങളിൽ അതിന്റെ നല്ല ഫലങ്ങളും കണ്ടു. ക്രമേണ ഈ പദ്ധതിയുടെ തുടർ പരിപാലനം ദുർബലമായി. അവലോകനങ്ങളും വിലയിരുത്തലുകളും പൊതുജനാഭിപ്രായ സർവേകളും കുറഞ്ഞു. മിക്ക സ്ഥലങ്ങളിലും പദ്ധതി ഫയലിൽ മാത്രം ഒതുങ്ങി. ക്രമസമാധാന പാലന, കേസ് അന്വേഷണ തിരക്കുകൾക്കിടയിൽ ജനമൈത്രി പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാൻ സ്റ്റേഷനിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത അവസ്ഥയാണ്. ആവശ്യമായ മനുഷ്യ വിഭവശേഷിയും ഭൗതിക സാഹചര്യങ്ങളും സജ്ജമാക്കി വേണം ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കാൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ജനമൈത്രി പോലീസിന്റെ ഗതി വരാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ഉറപ്പാക്കേണ്ടതുണ്ട്. പദ്ധതിക്ക് വ്യക്തമായ പ്രവർത്തന മാനദണ്ഡങ്ങൾ വേണം. ഓരോ പോലീസ് സ്റ്റേഷനും എന്തൊക്കെ സേവനങ്ങൾ എത്ര സമയത്തിനകം നൽകണമെന്നതു സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കണം. ഓരോ സ്റ്റേഷന്റെയും പ്രവർത്തനം നിശ്ചിത ഇടവേളകളിൽ വിലയിരുത്തുകയും വേണം. ഇത് വകുപ്പ് തലത്തിൽ ഒതുങ്ങരുത്. പൊതുജനാഭിപ്രായവും തേടണം. സേവനം ലഭിച്ച ആളുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ശേഖരിക്കുകയും തദടിസ്ഥാനത്തിൽ സ്റ്റേഷനുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വേണം. ഒരു പദ്ധതിയുടെ വിജയം സർക്കാരിന്റെ അവകാശവാദത്തിലല്ല, ജനങ്ങൾ അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കേണ്ടത്. നിയമവും നീതിയും എല്ലാവർക്കും തുല്യമാണെന്ന ബോധ്യം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ സഹായകമാകണം പോലീസിന്റെ പ്രവർത്തനങ്ങൾ. പോലീസ് പരിശീലനത്തിൽ പെരുമാറ്റച്ചട്ടത്തിനും മനുഷ്യാവകാശ ബോധത്തിനും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് അനിവാര്യമാണ്. നിയമം നടപ്പാക്കാനുള്ള അധികാരം മാത്രമല്ല, ആളുകളോട് സഹാനുഭൂതിയോടെ പെരുമാറാനുള്ള കഴിവും വേണം ഉദ്യോഗസ്ഥർക്ക്. എല്ലാ സ്റ്റേഷനുകളിലും പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ഇടങ്ങളിൽ CCTV ക്യാമറകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പൊതുജനത്തിന്റെ മാത്രമല്ല പോലീസിന്റെ സുരക്ഷയ്ക്കും ഇതാവശ്യമാണ്.
അമിത ജോലിഭാരത്തെക്കുറിച്ച് സേനാംഗങ്ങളിൽ നിന്ന് പലപ്പോഴും പരാതി ഉയരാറുണ്ട്. ഇതിന് പരിഹാരം കാണുകയും സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയും വേണം. വിശ്രമമില്ലാതെ അമിത ജോലിഭാരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് മികച്ച പൊതുസേവനം പ്രതീക്ഷിക്കാവുന്നതല്ല. സേനാംഗങ്ങൾക്ക് മാനുഷികമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കിയെങ്കിലേ ജനകീയ പോലീസ് പിറവിയെടുക്കുകയുള്ളൂ.